ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ തത്വങ്ങളെയും മാറ്റിമറിക്കാൻ ചില പുരോഹിതന്മാർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇത് എന്ന് നാം തിരിച്ചറിയണം. സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ ഊതിക്കെടുത്തിക്കളയാൻ ഒരു ശക്തിക്കും ഒരിക്കലും സാധ്യമല്ല. വളരെ വ്യക്തമായി വിളിച്ചോതുന്നതാണ് നമ്മുടെ ഈ സമ്മേളനം. എറണാകുളത്ത് ഒരു മീലാദ് സംഘടിപ്പിച്ച് ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചു. തങ്ങൾ വന്നില്ല. വരാത്തതിൽ അസുഖം കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചു. സഖീമൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇന്നീ സഖീം. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് സുഖമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തങ്ങൾ വന്നില്ല. ഞാൻ അതല്ല പറയുന്നത്. അപ്പോ എറണാകുളത്ത് ഇതേ നിരക്കുള്ള വലിയ സദസ്സ് കൂടിയപ്പോ ആ സമയത്ത് തന്നെ വെച്ച് കെട്ടി അതിൻ്റെ സ്റ്റേജിന്റെ മുമ്പിൽ വേറൊരു പാർട്ടി. ഈ സ്റ്റേജിന്റെ വലിപ്പത്തിലുള്ള ഒരു ഹാള്, ഈ ഹാള് നിറയെ ആളില്ല. എന്താണത്? നേരം വെളുത്തിരിക്കുന്നു. ജനങ്ങൾക്ക് നേരം വെളുത്തിട്ടുണ്ട്. ഹക്ക് പറയുന്നവരാരാണ്, സുന്നത്ത് ജമാഅത്ത് പറയുന്നവരാരാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഐക്യവിരോധികളാണെന്ന് പറഞ്ഞ് മുദ്രകുത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. ഞങ്ങളുടെ ഐക്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുമ്പിലോ, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ഏത് വ്യക്തിയായാലും ആരുടെയും മുമ്പിൽ ഞങ്ങളെ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി അടിയറ വെക്കലല്ല. അങ്ങനെയുള്ളൊരു ഐക്യം ഞങ്ങൾക്കില്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരിൽ വരുന്ന മുഴുവൻ കക്ഷികളോടും ഒറ്റക്കെട്ടായി നിൽക്കുക. അതിന് തയ്യാറുള്ളവരെല്ലാം സംഘടിക്കുക. നിങ്ങളുടെ സംഘടനയിലിരിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ സംഘടന വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ എതിരിൽ വരുന്ന ആളുകളോട് നേരിടാൻ എങ്ങനെ നേരിടുക? നാം ഒരിക്കലും ഭീകരത കൊണ്ട് നേരിട്ടിട്ടില്ല, തീവ്രവാദം കൊണ്ട് നേരിട്ടിട്ടില്ല, വാളുകൊണ്ട് നേരിട്ടിട്ടില്ല, പരിച കൊണ്ട് നേരിട്ടിട്ടില്ല, വെടിയുണ്ടകൾ കൊണ്ട് നേരിട്ടിട്ടില്ല. നാം നേരിട്ടത് നമ്മുടെ പേന കൊണ്ടുള്ള നേരിടൽ, നേവ് കൊണ്ടുള്ള നേരിടൽ. ഇവിടെ എന്തെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്? എന്നിട്ട് സുന്നികളെ പേരിൽ കള്ളക്കേസ് കൊടുപ്പിക്കാൻ നടക്കുക. ഇപ്പോ പുത്തൻ പ്രസ്ഥാനക്കാർ പോലീസിനെ സമീപിച്ച് ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് സുന്നികളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. ഞങ്ങൾക്ക് അത്തരം ആളുകളോട് വ്യക്തമായി പറഞ്ഞാൽ ഈ സുന്നികളെ അടിച്ചമർത്തിക്കളയാമെന്ന വ്യാമോഹവുമായി നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരോട്, മുജാഹിദ് പ്രസ്ഥാനക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇമ്പാച്ചുകൾ കൊണ്ട് ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് അടങ്ങുകയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നിർത്തുകയില്ല. ഇത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ സംഘടന അഗ്നിയിൽ മുളച്ച സംഘടനയാണ്. ഈ സംഘടന വെയിൽ കൊണ്ട് മാറിപ്പോവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കിവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണം.